ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുർ റഹ്മാൻ 24-ാമത്തെ വചനം മുതൽ 32-ാമത്തെ വചനം വരെയാണ് നാം ഇന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ. വലഹുൽ ജവാരിൽ മുൻഷആതു, നാം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അൽ ജവാരി എന്നതിലെ മഹ്ദൂഫ്, യാ മഹ്ദൂഫാണ്. അങ്ങനെയുള്ള ചില പദങ്ങൾ യൗമയദുദ്ദാഇ ഇലാ ഷൈഇൻ നുകുർ പോലെയുള്ള ചില പദങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ വലഹുൽ ജവാർ എന്ന് റായിന് സുക്കൂനാണ് വരിക എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ അവിടെ യാ അസ്ലിൽ ഉള്ള ഒരു പദമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അത് ഇല്ലാതെ തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അൽ ജവാരി എന്നതിന് പകരം അൽ ജവാരി. അൽ മുൻഷആതു സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഫിൽ ബഹ്രി കൽ അഅലാം, ഹ ഐൻ തുടങ്ങിയ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഫബി ഐ ആലാഇ, ഈ പദത്തിൽ വരുന്ന ദീർഘം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മദ് മുത്തസിൽ വാജിബ്. വചനങ്ങളുടെ ഒക്കെ അന്ത്യത്തിൽ വരുന്ന മദ് ആരിദ്ലി സുക്കൂൻ എന്ന ദീർഘത്തെക്കുറിച്ച് നാം മുമ്പ് സൂചിപ്പിച്ചതാകുന്നു. ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. കുല്ലു മൻ അലൈഹ, മൻ അലൈഹ സക്കിനാനൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. വയബ്ഖ വജ്ഹു, ഈ രണ്ട് പദങ്ങളിലുമുള്ള ബാഇന്റെ സുക്കൂൻ, ജീമിന്റെ സുക്കൂൻ, ഇവ രണ്ടും ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, കാഫിന്റെ സുക്കൂൻ ചലിക്കരുത്, ഹറക്കത്ത് പോലെ. ഇക്റാം, ഇക്ക് എന്ന് ഖൽഖല വരരുത്. ഹംസിന്റെ അക്ഷരമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഫബി ഐ ആലാഇ, മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കുക. യസ്അലുഹു മൻ ഫിസ് സമാവാത്ത്, സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ, ഇവിടെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. യൗമിൻ എന്ന തൻവീൻ മണിക്കാതെ വെളിവാക്കണം. ഫീ ഷഅൻ ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കുക. ആലാഇ എന്ന പദത്തിൽ. സനഫ്റുഗു റാ ഗൈന്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. രണ്ടും ദമ്മ് വ്യക്തമാക്കി തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഒരു പദമാണ്, രണ്ടക്ഷരങ്ങളും. റാ ഗൈന്, സനഫ്റുഗു, സനഫ്റുഗു വ്യക്തമാക്കി ഉച്ചരിക്കണം. ലക്കും അയ്യുഹ, സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അയ്യുഹ എന്നതിലെ അലിഫ് ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ളത്, ചില വചനങ്ങളിൽ മാത്രം. അതിൽപ്പെട്ട ഒരു വചനമാണ് സൂറത്തുർ റഹ്മാനിലെ ഈ വചനം. ഇപ്രകാരം സൂറത്തു സുഖ്റൂഫിൽ വന്നിട്ടുണ്ട്, സൂറത്തു നൂറിലും വന്നിട്ടുണ്ട്. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അയ്യുഹ് എന്ന് സുക്കൂനാക്കി വഖഫ് ചെയ്യണം എന്നതാണ് നിയമം. റസ്മ് അങ്ങനെയാണ് എന്നതുകൊണ്ട്, അഥവാ പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാകുന്നു എന്നതുകൊണ്ട്. അയ്യുഹസ്സഖലാൻ, അടുത്ത വചനത്തിൽ അലാഇ, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാകുന്നു. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان
كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان